എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. അതായത് നവംബർ 21 വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ലോഗിൻ ചെയ്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു അങ്ങനെ ഓപ്ഷൻ നൽകാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ ആദ്യം തന്നെ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, സൈഡിലായിട്ടുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അവിടെ അലോട്ട്മെൻറ്റ് നമ്പർ 17 ഓൺ 22/11/2024 സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ബിറ്റ്വീൻ 19 നവംബർ 2024 ആൻഡ് 21 നവംബർ 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അവിടെയായിട്ട് രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അഥവാ ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങൾക്കിവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് നിലവിൽ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ കോളേജ് NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൈലബിൾ കോഴ്സസ് ഓർ കോഴ്സ് അതായത് അവൈലബിൾ കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസ് എന്നുള്ളതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അതായത് ഇൻസ്ട്രക്ഷൻസിൻ്റെ താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കോളേജിൻ്റെ ഒരു കോഡോ അല്ലെങ്കിൽ കോളേജിൻ്റെ പേരോ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ NOC നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് അതായത് കോളേജ് LBS ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് NOC അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ അപ്ലോഡ് NOC എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇതേ രീതിയിൽ സാധാരണ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇവിടെ സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ ഒന്നാമത്തെ ഓപ്ഷൻസ് ആയിട്ട് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് 1, 2, 3 ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ നമ്പർ ആ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്ത് നൽകുകയും അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് തന്നെ സേവ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓപ്ഷൻസ് സേവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്കിവിടെ സെലക്റ്റഡ് കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത കോളേജ് അവിടെ ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നതിലും നല്ലത് ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസിൻ്റെ നമ്പേഴ്സ് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ ഏത് ഓപ്ഷനാണോ റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ റിമൂവ് ചെയ്ത ഓപ്ഷൻ നിങ്ങളുടെ ആ സേവ്ഡ് ലിസ്റ്റിൽ നിന്നും പോകുന്നതാണ്. അതുപോലെ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ നൽകിയ ഓപ്ഷൻസ് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ കോളേജിലും എത്ര വീതം വേക്കൻസീസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര വേക്കൻസീസ് ഓരോ കോളേജിലും ഉണ്ട് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഇവിടെ വേക്കൻസി ഫോർ ദ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഓൺ 22/11/2024 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു PDF-ൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട്. അതിൽ വേക്കൻസീസ് ആണുള്ളത്. അപ്പോൾ ഓരോ കോളേജിലും എത്ര വേക്കൻസീസ് ഉണ്ട് എന്ന് അറിയാനായിട്ട് നമുക്ക് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുകയും നിങ്ങൾക്ക് ഓരോ കോളേജിലും എത്ര വീതം വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതും ആണ്. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കൊച്ചി അത് എറണാകുളത്തുള്ളത് BSc നഴ്സിംഗിന് 2 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ കൊല്ലത്ത് 1 സീറ്റ്, അതുപോലെ തന്നെ പത്തനംതിട്ടയിലും 1 സീറ്റ്, പാലക്കാട് 1 സീറ്റ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 1 സീറ്റ്, അതുപോലെ തന്നെ അത്രയും ഗവൺമെൻറ് കോളേജിലാണ് ഓരോ വീതം സീറ്റും. അതുപോലെ കൊച്ചിയിൽ 2 സീറ്റുമാണ് വേക്കൻസി ഉള്ളത്. അതുപോലെ തന്നെ BSc നഴ്സിംഗിന് മറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ വേക്കൻസീസ് 1, 2 ഈ രീതിയിൽ വേക്കൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് ടെക്നോളജി, ഒപ്റ്റോമെട്രി, അതുപോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അതായത് BSc MLT, അതുപോലെ തന്നെ പെർഫ്യൂഷൻ ടെക്നോളജി, അതുപോലെ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ്
പാത്തോളജി അതായത് BA SLP കോഴ്സ്, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് കാർഡിയോ വസ്കുലർ ടെക്നോളജി BCVT, അതുപോലെ തന്നെ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ ഈ ഒരു പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോറ്റിക്സ് എന്നിങ്ങനെ ഇത്രയും കോഴ്സുകൾക്കാണ് നിലവിൽ ഓരോ കോളേജിലും ഒഴിവുകൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോളേജുകളിൽ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് ന്യൂലി ആഡഡ് കോളേജ് ലിസ്റ്റിലുള്ള കോളേജുകളിൽ എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ള സംബന്ധിച്ചുള്ള ലിസ്റ്റ് നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഈ ഒരു കോളേജൊന്നും ജസ്റ്റ് ആ ഒരു വേക്കൻസീസിലൊന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓപ്ഷൻസ് ഈ ഒരു കോളേജ് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിലവിൽ ഏതെങ്കിലും കോളേജിൽ LBS അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ മാത്രമാണ്, അതായത് ഗവൺമെൻറ് കോളേജ് ഒഴികെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണ് കിട്ടിയതെങ്കിൽ മാത്രമാണ് NOC സർട്ടിഫിക്കറ്റ് പുതിയത് അപ്ലോഡ് ചെയ്യേണ്ടത്. 22-ാം തീയതി രേഖപ്പെടുത്തിയിട്ടുള്ള, അതായത് 22-ാം തീയതി നടക്കുന്ന അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് രേഖപ്പെടുത്തിയ NOC ആയിരിക്കണം വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്യേണ്ടത്. നിലവിൽ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് NOC സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിലവിൽ ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജ് മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് നൽകാവൂ. അതുപോലെ തന്നെ നിലവിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്ന സമയത്തും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പുതിയൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുൻപ് കിട്ടിയ കോളേജും നഷ്ടപ്പെടും, ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജ് കൂടി നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോളേജസ് ഉണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.